friends, welcome to Roshni's Vlogs. ഇന്ന് നമ്മൾ റോട്ടിസറി ഗ്രിൽ ചിക്കൻ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫുൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് തോർത്തിയെടുക്കണം. അപ്പം നമുക്കൊരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണിയൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ഒപ്പിയെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാല നല്ല പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ മുകളിലോട്ട് കുറച്ച് റോസ്മേരിയും കുറച്ച് തൈമും കൂടെ ചേർത്തിട്ട് ഈ മസാല നമുക്ക് ചിക്കനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ ഇൻസൈഡും ഔട്ട് സൈഡും ഒക്കെ നന്നായിട്ട് നമുക്ക് ഈ മസാലയൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 2-3 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സവോളയും ടൊമാറ്റോയും ഒക്കെ ഇൻസൈഡിലോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റോട്ടിസറിക്കകത്ത് നമ്മൾ വെക്കുമ്പോഴത്തേക്കിനും ഈ ലെഗും അതിൻ്റെ വിങ്സും ഒക്കെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കണം. ഒരു ടോയിൻ ഇട്ട് നമുക്കിതൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം. ഇനി ഇത് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടിത്തട്ടിലോട്ട് വെക്കാം. ഇനി നമുക്ക് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിത് 200 ഡിഗ്രിയിലാണ് വെക്കുന്നത്. പിന്നെ താഴത്തെയും മേളത്തെയും കോയിൽ ഓൺ ആക്കി കൊടുക്കണം. പിന്നെ ഒരു 10 മിനിറ്റ്സ് നമുക്കിപ്പം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഈ റോഡ് നമുക്ക് ചിക്കൻ്റെ അകത്തൂടെ ഇൻസേർട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 2 ഫോർക്ക് കിട്ടും. അത് നല്ല ഷാർപ്പാണ് കേട്ടോ. ഇതിൻ്റെ മീറ്റിനകത്തോട്ട് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഓവൻ ഹീറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ചിക്കനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ റോട്ടിസറിയിലോട്ട് ടേൺ ചെയ്ത് വെക്കാം. ഇനി നമുക്കിതൊരു 1 അവറോളം ഗ്രിൽ ചെയ്തെടുക്കണം. ഇപ്പം ഞാനൊരു 1.5 മണിക്കൂർ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലേ അതിൻ്റെ പുറം ഭാഗമൊക്കെ ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ. നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇതിനകത്തുനിന്ന് നമുക്ക് മാറ്റാം. നമുക്ക് ഈ റോഡൊക്കെ അഴിച്ചു മാറ്റാം. നല്ല ചൂടുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ച് വേണം അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. ആറിന് ശേഷം എടുത്താലും മതി. നമ്മൾ കെട്ടിവെച്ച ആ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ OTG അവനിൽ ചെയ്ത ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പുറമൊക്കെ നല്ല ക്രിസ്പിയാണ്, അകം നല്ല ജ്യൂസിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ ഡിപ്പായിട്ട് തോമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എയർ ഫ്രയറിൻ്റെ ഗ്രിൽ ചിക്കൻ ചെയ്തപ്പോഴത്തേന് അതിനകത്ത് ഞാൻ തോമിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.